ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. സ്നേഹകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കാരാകൃഷി ക്രസന്റ് അഗതി മന്ദിരത്തിലെ അന്തേവാസികളുടെ സുഖദുഃഖങ്ങൾ പങ്കിട്ടു. കാരാകൃഷി ക്രസന്റിലെ 80ഓളം വരുന്ന അന്തേവാസികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകി. സ്നേഹകാരുണ്യ ചാരിറ്റി സംസ്ഥാന ചെയർമാൻ ഷറഫുദ്ദീൻ എടവണ്ണയുടെ അധ്യക്ഷതയിൽ ക്രസന്റ് അഗതി മന്ദിര മാനേജർ അബ്ദുസലാം മുസ്ലിയാർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സ്നേഹമുള്ള സ്നേഹകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, അതുമായി പ്രവർത്തിക്കുന്ന മഹാവ്യക്തിത്വങ്ങൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മുടെ അന്തേവാസികളായ നമ്മുടെ ഈ ഉമ്മമാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ടൈം പാസിന് വേണ്ടി അവരൊരു മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി, ഇനിയും നടത്താനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് സമയം വാങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തുടക്കം കുറിച്ചതാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക നേതാവായ അബ്ദുൽ അസീസ് മൗലവി എൻ്റെ ഭാര്യ പിതാവ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു താല എത്രയും പെട്ടെന്ന് ഈ പാവങ്ങളെ ബർക്കത്തുകൊണ്ട് ശിഫ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം വളരെയധികം പാവങ്ങളെ സ്നേഹിക്കുന്ന, പാവങ്ങളെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടുന്ന എന്തെല്ലാം സഹായങ്ങളോ ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് എനിക്ക് വീടില്ല ഉസ്താദെ, എനിക്ക് താമസിക്കാൻ കുടുംബങ്ങളില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാ, നിങ്ങൾ പ്രയാസപ്പെടണം, നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നോളൂ. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യ മക്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, അവർ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവരുടെ കൂടെ താമസിക്കാം. അങ്ങനെ 1, 2, 3 ആളുകൾ കൂടി ആ വീട്ടിൽ ഏകദേശം 40ഓളം ആളുകൾ സ്വന്തം വീട്ടിലാണ്, സ്വന്തം കുടുംബക്കാരല്ല, അനാഥകളാണ്, മക്കളില്ലാത്തവരാണ്, സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരാണ്, മാനസികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഏകദേശം 40ഓളം ആളുകൾ സ്വന്തം വീട്ടിൽ പോറ്റി വളർത്തിയ ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് അബ്ദുൽ അസീസ് ഉസ്താദ്. ചുരുക്കി പറയുമ്പോൾ ഞാനൊക്കെ അദ്ദേഹത്തിന് മൂത്ത മരുമോനാണ്. ഈ ഞാനും എൻ്റെ വൈഫും വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ കിടക്കുന്ന റൂമിൽ ഈ അന്തേവാസികളായ പാവങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പം നമുക്ക് കിടക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. എന്നാലും ശരി, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ, അവിടെ നിന്ന് മാറി കിടക്കാൻ വേണ്ടി വാപ്പയോ ഞങ്ങളോ പറയാറില്ല. പിന്നെ വാപ്പ കിടക്കുന്ന സ്വന്തം റൂമുണ്ട്. ആ റൂമിൽ നിന്ന് വാപ്പ പായയും തലയണയും എടുത്ത് അപ്പുറത്ത് കാണുന്ന പള്ളിയിൽ പോയി കിടക്കും വാപ്പ. എന്നിട്ട് വാപ്പ കിടക്കുന്ന റൂമിൽ ഞങ്ങളെ കിടത്തും. എന്നാലും ശരി, അവർക്ക് നമ്മളുടേതായ പ്രൈവറ്റ് റൂമിലൊന്നും ഇവർ കിടന്നുറങ്ങിയാലും ഇവരവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അത്രത്തോളം പാവങ്ങളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിരുന്ന മഹാവ്യക്തിത്വം കൂടിയാണ് ചുരുക്കി പറഞ്ഞത്. അപ്പൊ അങ്ങനെ 8 വർഷത്തോളം അദ്ദേഹം സ്വന്തം വീട്ടിൽ വളർത്തി. ആ സമയത്ത് ഇങ്ങനൊരു ബിൽഡിംഗ് എടുത്ത് ഇങ്ങോട്ട് വരികയും ഇവിടെ താമസം തുടങ്ങിയിട്ടും 8 വർഷത്തോളം ആകാനായി. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടുന്ന കഴിവുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇതിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ളവർക്ക് ജാതി മത ഭേദവ്യത്യാസമില്ല. ആരൊക്കെ ഉണ്ടോ, വീടില്ലാത്തവർ, കുടുംബങ്ങളില്ലാത്തവർ, കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു വൃദ്ധസദനം എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോവരെ, മക്കളുണ്ടായിട്ട് അവരെ നോക്കാൻ, അവരെ സംരക്ഷിക്കാൻ അവർക്ക് സമയം കിട്ടൂല. അങ്ങനെ ഉള്ളവരിങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നാക്കി അങ്ങനെ നോക്കുന്നവരാണെന്നാണ് സാധാരണ ഓൾഡ് ഏജ് ഹോമൊക്കെ ചെയ്യുക. പക്ഷെ നമ്മളത് സ്ഥാപനം അങ്ങനെയുള്ളതല്ല. ആരും മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് പഞ്ചായത്ത് മുഖേനയോ പോലീസ് സ്റ്റേഷൻ മുഖേനയൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചാലാണ് അവർക്ക് വേണ്ടുന്ന മരണം വരെ
അവർ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഇതിൻ്റെ സ്ഥായിയായ വരുമാനം എന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. പലരും ഇതുപോലെ ചാരിറ്റബിൾ പ്രവർത്തകന്മാർ വന്ന് ഇങ്ങനെ ഇവർക്ക് സന്തോഷിപ്പിക്കുന്നു, ഇവിടെ ആരെങ്കിലും വന്ന് കാണുന്നു, ഇവർ മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സഹായങ്ങൾ കൊണ്ടാണ് ഇത്രയും ആളുകൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നോക്കി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കാറുണ്ട്. ഞങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ഒരു പ്രാർത്ഥനകൾ മാത്രമാണ്. ഞങ്ങൾ എല്ലാ സമയത്തും അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. ഇതുപോലെ തന്നെ ഇന്നും ഇവിടെ വന്ന് നമ്മൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ഒരു വാക്തത്വം നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ ഇനിയും ഇവരെ ഒരുമിച്ച് കൂടുന്ന ദുആകളിലൊക്കെ നിങ്ങൾക്കുണ്ടാകുമെന്ന് സാന്ദർഭികമായി ഉണർത്തി. പുതുവെളിച്ചം ഫൗണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറി നാസർ വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ലത്തീഫ് തിരൂർ, പുതുവെളിച്ചം ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാത്തിമത്ത് സുഹ്റ അങ്ങാടിപ്പുറം, ശിവദാസൻ താനൂർ, സുമീറ പാണ്ടിക്കാട് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രോഗ്രാമിൽ സദസ്സിനെ പുളകമണിയിച്ചുകൊണ്ട് പ്രശസ്ത മജീഷ്യൻ ഷംസു പാണായുടെ മാജിക് ഷോയും അരങ്ങേറി. ബാവ വളാഞ്ചേരി, ബാബു നിറമരുതൂർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.